പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിത് ഉണ്ടാക്കാൻ പോണത് കൊള്ളിപ്പൂട്ടാണ്, കപ്പപ്പൂട്ട്. ഈ സാധനം പണ്ട് കാലത്ത് തൃശ്ശൂർക്കാരുടെ ഒരു മെയിൻ ഭക്ഷണമായിരുന്നു. മറ്റു സ്ഥലങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. അന്ന് കാലത്ത് തൃശ്ശൂർക്കാരുടെ മെയിൻ ഭക്ഷണമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല കൊള്ളിപ്പൊടി കിട്ടാനില്ല, ആളുകൾ അത് ഉണ്ടാക്കാറില്ല. വാങ്ങിച്ചിട്ട് കൊള്ളിപ്പൊടി കൊണ്ടൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റില്ല. മെയിനായിട്ട് ഇതിലത്തെ പൂട്ടുണ്ടാക്കാൻ എല്ലാവർക്കും ഒരു പേർക്ക് അറിയാം. കൊള്ളി വാങ്ങിച്ച് ചെത്തി ഉണക്കുക അത്രേ ഉള്ളൂ, അത് പൊടിപ്പിക്കുക അത്രേ ഉള്ളൂ കൊള്ളിപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൊള്ളി തൊലി കളഞ്ഞു. കൊള്ളി ചെത്തല് വളരെ ഈസി ആയിട്ടുള്ള പരിപാടി കേട്ടോ. അതായത് ഇങ്ങനെയാണ് ചെത്തിക്കൊണ്ടിരുന്നാൽ മതി. വലിപ്പമൊന്നും പ്രശ്നമില്ല കേട്ടാ. വലിയ ഭയങ്കര കനത്തിലാക്കണ്ട, വെട്ടി നുറുക്കിണ്ട, അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഏകദേശം ഒരുവിധം കനത്തിലൊക്കെ കിട്ടും. ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. നമ്മളിത് വെയിലത്ത് ഉണക്കാട്ട് കേട്ടോ. എനിക്കൊരു സ്റ്റീലിൻ്റെ തകിടുണ്ട്, അതുമല്ലാണ് ഞാൻ ഉണക്കാട്ട് പോകണം കേട്ടോ. ഇതിനി 3-4 ദിവസം കിടക്കേണ്ടി വരും. കാരണം ഈ സാധനം കയ്യിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിത് ഇങ്ങനെയായിട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം പൊടിയണം. ആ ഒരു ലെവലാവണം കേട്ടോ. ഇതിനിപ്പോൾ ഇന്ന അളവൊന്നുമില്ല, നമുക്ക് എന്തോരം കൊള്ളിപ്പൊടി വേണമെങ്കിലും ഉണ്ടാക്കാം, എന്തോരം കൊള്ളി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങട്ടെ. നമ്മുടെ കൊള്ളി ഉണങ്ങിയിട്ടാ ആവശ്യത്തിനെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിപ്പിക്കണേ. ഇതിന്ന് വേണമെങ്കിൽ നമുക്ക് മില്ലിൽ കൊണ്ടുപോയി വേണമെങ്കിൽ പൊടിപ്പിക്കാം കേട്ടോ. മില്ലിൽ കൊണ്ടുപോയി വേണമെങ്കിൽ പൊടിപ്പിക്കാം. പൊടിപ്പിക്കാൻ കൊണ്ടുപോണ് ഈ സാധനം കണ്ടോ, നോക്കിയാൽ പൊടിയും. സൂപ്പർ. നമ്മൾ മിക്സിയിൽ പൊടിച്ചു കൊണ്ടു. ഇതിന് ഒന്ന് അരിക്കണം. ഇങ്ങനത്തെ ഒരു അരിപ്പിൻ്റെ അരിക്കിട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ടാ, കൂട്ടുണ്ടാക്കാൻ ആവശ്യത്തിനുള്ള പൊടി എടുത്തു. ഇത്രയ്ക്കധികം പൊടി വേണ്ട, ഇതിൽ നിന്ന് കുറച്ച് പൊടി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 കപ്പ് പൊടിയാണ് എടുത്തോളൂ. നമ്മൾ കൊള്ളിപ്പൊടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ടാണ് നമ്മൾ ഇത് കുഴക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത് കേട്ടോ. സാധാരണ പച്ചവെള്ളം. ഇതിൽ വേറെ സാധനങ്ങളൊന്നും ചേർക്കില്ല കൊള്ളിപ്പൊടിക്ക്. ഇപ്പം ജീരക സാധാരണയേക്കാളും കൂടുതൽ, സാധാരണ പൂട്ടിൻ്റെ പൊടി ഈ നമ്മൾ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, അതിനേക്കാളും കുറച്ചും കൂടിയും നനവ് വേണം. നന്നായി തിരുമ്മി വെക്കണം. സ്വല്പം കൂടി വെള്ളം ഒഴിക്കാം. വെള്ളം സൂക്ഷിച്ചൊഴിക്കണം കേട്ടോ. കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊള്ളിപ്പൊടി വീണ്ടിടേണ്ടി വരും. ഇതിപ്പോൾ വെള്ളം കറക്റ്റ് പാകണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് ആയിരുന്നു പൊത്തി വയ്ക്കാം വെറുതെ. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. പൊത്തി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടാണ് നമ്മൾ പൂട്ടുണ്ടാക്കാൻ പോകണേ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ തീ കത്തിച്ചിട്ട് പൂട്ടും കൊമ്പുണ്ട് ഈ സാധനത്തിൽ വെള്ളം വെച്ചിട്ട്, ഇതിൽ വെള്ളമുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചില്ലുണ്ടാവും, ചില്ലെന്നാ പറയുന്നത്. ഈ സാധനം നമ്മുടെ അറിയാലോ ഇടണം. നാളികേരം ഈ കൊള്ളിപ്പൊടിയുടെ പൂട്ടിന്, അതായത് കപ്പപ്പൊടിയുടെ പൂട്ടിന് നാളികേരം കണ്ടമാനം വേണം. അപ്പോൾ നമ്മൾ നാളികേരം എന്ന് പറഞ്ഞാൽ നല്ല മൂത്ത നാളികേരം പാടില്ല. കണ്ട ചള്ള് വല്ലാണ്ട് മൂത്ത് മുരടിച്ച് നാളികേരം പാടില്ല. ഒരുവിധം ചള്ള് നാളികേരം എന്തോരം വേണമെങ്കിലാവാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേണ്ട ഈ ചില്ല് ആദ്യം തന്നെ കുറച്ച് നാളികേരം നമ്മൾ ഇതിരിക്കുന്നു കേട്ടോ. നാളികേരം ഇട്ടു. എന്നിട്ട് നമ്മുടെ പൊടി നമ്മളങ്ങോട്ട് ഇളക്കണം. എന്നിട്ട് പൊടി നമ്മൾ ഒരു പിടി വാരിയിരുന്നു കേട്ടോ. 3 കഷ്ണം പൂട്ടാണ് നമുക്ക് വേണ്ടത്. ചിലപ്പോൾ നമ്മുടെ അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരും, അത് കുഴപ്പമില്ല. ഒരു പിടി ഇട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് നാളികേരം
അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ ഒരു പിടി സ്വല്പം കൂടി ഇടാം. ഇനി നമ്മൾ നാളികേരം ഇനി മൂന്നാമത്തെ ആയിട്ട് നമ്മൾ ഇവിടെ മൂന്നാമത്തെ കഷ്ണത്തിൽ വലിപ്പം ആവുന്നതുകൊണ്ട് കേട്ടോ. എന്നിട്ട് നാളികേരം പൂട്ടുണ്ടാക്കാനൊന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ. എന്നിട്ട് ഈ സാധനം കൊണ്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഈ വെള്ളം കായും നമ്മളിതിൻ്റെ മുകളിൽ വയ്ക്കുന്നു. ഇതിന്ന് ആവി വരും. കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സാധനം വെന്തോളും. അപ്പോൾ നമ്മൾ ഈ പൂട്ട് വെക്കാൻ തുടങ്ങി. അപ്പോൾ സമയം 4:15. അപ്പോൾ ഞാനിവിടെ ജഗ്ഗുവിന് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നുണ്ട്, ചുക്കുണ്ടാന്ന് പറഞ്ഞിട്ട്. പണ്ട് കാലത്തെ നമ്മുടെ സ്കൂൾ പലഹാരം 10-35 വയസ്സിന് മീതുള്ള ആളുകൾക്ക് അറിയാൻ ചുക്കുണ്ട. അത് ഞാൻ ഫാസ്റ്റായിരുന്നു കാണിക്കുന്നത്. അതിൻ്റെ ശരിക്കുള്ള റെസിപ്പി നമ്മൾ കൊള്ളിപ്പൊടി മറ്റേ വീഡിയോ മുൻപിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ പൂട്ട് എന്നാണ് പറയുന്നത്, പുട്ട് എന്നാണ് പറയുക. നമ്മൾ പൂട്ടെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ. അത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ചുക്കുണ്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലേ സരിത 3 കട്ടൻ ചായ ഉണ്ടാക്കിക്കൊള്ളു. ഇനി പൂട്ടെടുക്കാൻ പോകുന്നത് കുറച്ച് നേരമായി. ചൂടാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുമ്മ പിടിക്കാം. ചൂടുണ്ട്, ഇതേ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഈ മുകളിലത്തെ സാധനം എടുത്ത് നമ്മൾ ടൈറ്റ്, അത് ഇത്ര ടൈറ്റാണ്. ടൈറ്റ് ഇതിനെ തള്ളണത് നമ്മള് ഇനി ഈ നമ്മുടെ സാധനം ചില്ലെടുത്തു മാറ്റി ഇവിടുത്തെ ഒരു മിനിറ്റ് ഇവിടുത്തെ ഇതിന് ഇത്തിരി ഇളക്കണ്ടാവും കേട്ടോ. നമ്മുടെ പൂട്ട് ഇതേ ചുക്കണ്ട, ഇത് കട്ടൻ ചായ, 3 കട്ടൻ ചായ കേട്ടാ. എനിക്കും ജഗ്ഗുവിനും സാധാരണ ചായ, ചേട്ടന് കടുപ്പം കൂടുതൽ മധുരം കുറവുള്ള ചായ. സൂപ്പർ. നമ്മള് പൂട്ട് തിന്നാണ് കേട്ടാ, കപ്പ പൂട്ട്. ഈ നാളികേരം ഇവിടെ കുറച്ചൊന്ന് ഇടിഞ്ഞു. ജഗ് പറയാ അറ്റാക്കുന്ന്. ചൂടില്ലേ രണ്ടുപേർക്കും? ഇത് നമ്മള് സാധാരണ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കണ പോലെ പൊടി പൊടിയായിട്ടല്ലാട്ട് നിൽക്കുക. അതിങ്ങനെ ഒരു കട്ടയിട്ടിരിക്കും. നാളികേരം കൂട്ടിട്ട് കഴിക്കണം. വാങ്ങിക്കണ കൊള്ളിപ്പൊടി കൊണ്ട് ഒരു ടേസ്റ്റും ഇല്ല കേട്ടാ. അതിലെന്തൊക്കെയോ ചേർക്കുന്നുണ്ട് അല്ലേ? എനിക്കറിയില്ല എന്തൊക്കെയാണോ ചേർക്കുന്നത്. കട്ടൻ ചായ എടുക്കാം. ഞങ്ങള് ചുക്കുണ്ടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പിന്നെ
ഇതും ഉണ്ടാക്കി നോക്കി, ടേസ്റ്റ് ഇല്ല. കട്ടൻ ചായ നല്ല കോമ്പിനേഷനാ. കട്ടൻ ചായയും കൊള്ളിപ്പൊടിയുടെ പൂട്ടും. ഞാൻ ഉച്ച തിന്നിട്ട് ചായ കുടിക്കാറില്ല. ഞാൻ തന്നെ 1 ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ഈ സാധനം ഉണ്ടാക്കുക. പിന്നെ ചുക്കുണ്ട, ഇത് പിന്നെ ചൂട്ടോടെ തന്നെ കഴിക്കണം കേട്ടാ. ചൂടാറി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല അല്ലേ? ചൂടാറി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ചൂടാറി കഴിഞ്ഞിട്ട് സാധനം ബാക്കി ഉണ്ടായാലല്ലേ. അതെ, നമ്മൾ ചുക്കുണ്ടില്ലേ, അത് നമുക്ക് പീടികളുടെ ഒരു കുടിൽ വ്യവസായമായിട്ട് ആരംഭിക്കാൻ പറ്റിയ സാധനം. ഈ സാധനം കേരളത്തിൽ ഇല്ല എന്നാണ് അറിവ്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് സുഖമായിട്ട് ഉണ്ടാക്കി പാക്കറ്റുകളായിട്ട് വിൽക്കാം. നല്ല വില കിട്ടും. വലിയ ബുദ്ധിമുട്ടില്ലേ? ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ കാര്യം ചുക്കുണ്ടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഫോടനം ഉണ്ടാവും. ഇതൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറി ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ആ കുറുക്കിയ സാധനത്തിലേക്ക് പിന്നെ കൊള്ളിപ്പൊടി, അത് കപ്പപ്പൊടി ഇട്ടിട്ട് വീണ്ടും ഇട്ടിട്ട് കുഴക്കില്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പച്ചവെള്ളം ഒഴിക്കും, ചിലപ്പോൾ ചൂടുവെള്ളം ഒഴിക്കും വേറെ എക്സ്ട്രാ. കുടിക്കുമ്പോഴേക്കും ചായ കഴിഞ്ഞു ജഗ്ഗുന് വിഷമായി. ഇടയ്ക്ക് പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം നമ്മൾ ഒഴിക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുക്കുണ്ട ഈ വെളിച്ചെണ്ണ ഇടുമ്പോൾ ബോംബ് വിടണ പോലെ പൊട്ടുട്ടാ. അപ്പം അങ്ങനെ ചെയ്യരുത്. ഒറ്റ ആക്കല്, ഒറ്റ അനുഭവമുള്ളകാരനെ പറയണ കേട്ടാ. അനുഭവം കുറെ വട്ടം കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ. ഇവിടെയൊക്കെ പുള്ളിക്കുത്തായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഒക്കെ പൊള്ളിയിട്ടേ നെഞ്ചത്തും ഒക്കെ. യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നതിന് മുമ്പ് അതിനൊക്കെ മുന്നേ ജഗ് ചുക്കുണ്ടിന്നുണ്ട്. ജഗുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ചുക്കുണ്ടാട്ടാ. ഇത് നാളത്തെയാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടാ. നല്ലപോലെ നാളെ സ്കൂളിൽ ബ്രേക്ക് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണം. അപ്പൊ അങ്ങനെ ഇനി ഇതൊരു സരിതര ഒരു പാട്ടാണ് പാടാൻ പോണത്. അടുത്തത് ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട്. സരിത പാട്ട് പാടിയിട്ട് ബാക്കിയുള്ള ഞാൻ തിന്നു തീർക്കൂട്ടാ. അപ്പൊ രാജേട്ടൻ ഏതൊരു ദിവസം പറയണേ, രാജേട്ടല്ലേ പൂത്തറയ്ക്കൽ, നമ്മുടെ 5-ാം പാതിരയിലെ ട്രെയിലറിലുള്ള ആളില്ലേ രാജൻ പൂത്തറയ്ക്കൽ, ആള് നാളെ അക്കാദമിയിൽ വെച്ചിട്ട് എന്നെ കണ്ട പറയാ, എല്ലാം കഴിയുമ്പോൾ നിന്റെ ഒരു പാട്ടുണ്ട്, അതാണ് സഹിക്കാൻ പറ്റാത്ത, ബാക്കി എന്തും സഹിക്കാം. അങ്ങനെ പറഞ്ഞു. അപ്പം സരിത പാട്ട് പാടാൻ പോണം. അല്ല അങ്ങനെ വിചാരിക്കണ്ടാവും ആൾക്കാര്. നമ്മുടെ വീട്ടമ്മയ്ക്ക് ഒരു കൂട്ടുകാരിയില്ലേ ബിനി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി നിങ്ങളാവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് തുടങ്ങി. അത് കുഴപ്പമില്ല അല്ലേ? പരിപാടി കുഴപ്പമില്ല. അപ്പോൾ സുധീഷ് കണ്ണോളി വളരെ നാളുകൾക്ക് മുൻപ് ആവശ്യപ്പെട്ടൊരു പാട്ടുണ്ടായിരുന്നു, ഈ കൈകളിൽ വീണാടുവാൻ എന്ന് പറയുന്ന പാട്ട്. പക്ഷെ അതിന് കോപ്പിറൈറ്റ് ഉണ്ട്. പകുതിക്കെന്ന് പോലും പാടാൻ പറ്റില്ല, ഇടയ്ക്കൊന്നും പാടാൻ പറ്റില്ല ആ പാട്ട്. കോപ്പിറൈറ്റ് പ്രശ്നം വരും. അപ്പം എന്തൊരു ചെയ്യാ? ഫസ്റ്റത്തെ ഒരു വരി പാടാം പറ്റും. ഈ കൈകളിൽ വീണാടുവ സ്വപ്നം പോലെ ഞാൻ വന്നു വന്നു വന്നു. ഇത്രേനെ പറ്റുള്ളൂ. അടുത്ത വരിയും കൂടി പാടിയ പ്രശ്നമായി. ഇനി അടുത്ത പാട്ട് പാടുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു വരിയിൽ അവസാനിപ്പിക്കേണ്ടി ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഷൈജു, ഞാൻ കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ പാടിയില്ലേ അന്ന് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയിൽ, അത് ഷൈജു ആവശ്യപ്പെട്ട ഗാനമായിരുന്നു. ഞാൻ പേര് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. പേര് സത്യത്തിൽ എനിക്ക് അറിയായിരുന്നു, ഒരു കൺഫ്യൂഷനായിരുന്നു. ഷൈജു എന്നാണോ ഷാജു എന്നാണോ എന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ പേര് തെറ്റി പറയാനായാലും ഭേദം പറയാണ്ടിരിക്കല്ലേ വെച്ചിട്ടാണ് പറയാണ്ടിരുന്നത്. അപ്പോൾ ഷൈജു അതിൽ വിഷമം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്തായാലും പേര് മറന്നൂലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പേര് ഷൈജു എന്നാണ്. ഭാര്യ ശ്രീലക്ഷ്മി, അവർ ദുബായിലാണ്. അപ്പോൾ അവരൊരു പാട്ട് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് കേട്ടാ, ആയുഷ്കാലം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ആയുഷ്കാലം നല്ല സിനിമയല്ലേ ചേട്ടാ, കണ്ടിട്ടില്ലേ? അതന്നെ ആത്മാവ്, ജയറാമിൻ്റെ ആത്മാവ് വരുന്ന സിനിമ. അത് ഭയങ്കര വിഷമം തോന്നും. നല്ല കോമഡി ഉണ്ട്. അവസാനിപ്പിച്ചനല്ലേ സംഗീതം? നമ്മുടെ വീടിന്റെ അടുത്താട്ടാ ജഗുവിന്റെ സ്കൂളില്ലേ, തൊട്ടടുത്ത്. ഇപ്പൊ താമസം മദ്രാസിലേക്കുണ്ട്.
ഔസേപ്പച്ചൻ്റെ കുറേ പാട്ടുകളുണ്ട്, നല്ല ഹിറ്റ് പാട്ടുകൾ. പാട്. അപ്പോൾ ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിലത്തെ മൗനം സ്വരമായി എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിരി വരെ പറയുമ്പോൾ പാടാൻ പോണത്. അതും കോപ്പി റൈറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് പകുതിക്കുന്ന പാടണോണ്ട് പ്രശ്നമില്ല. ചില പാട്ടുകൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ അത് മറ്റേത് പാടാൻ. ഇത് പകുതിന്ന് പാടിയാലും പ്രശ്നമില്ല. അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ, അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ, നീരവരാവിൻ ശ്രുതി ചേർന്നവിന്നിൻ മൃദുരവമായി നിൻ ലയമഞ്ജരി, മൗനം സ്വരമായി എൻ പൊൻവീണയിൽ, സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ, ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ നീ. ലാസ്റ്റ് ഇപ്പൊ ഭയങ്കര കാറ്റായി, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.